ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഗ്രൂപ്പ് 6 ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് നടത്തുന്ന ക്രിയേറ്റീവ് സെമിനാറിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സാന്ദ്ര മരിയ. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുറം രാജ്യങ്ങളിലേക്കുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊവൈഡിങ്, അതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുക. എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായി കുറച്ചുകൂടെ വിശദീകരിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റിംഗ് ആണ്. സോ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള സിസ്റ്റർ ഷബിന ടിബിയെ വിദേശ വ്യാപാരത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഓരോ മനുഷ്യനും കൈമാറ്റം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. പണവും കറൻസിയും ഇല്ലാതെ ഒരു പക്ഷേ ലോകത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? എന്നാൽ ബിസിനസ്സും വ്യാപാരവും ഇല്ലാതെ കഴിയില്ല. ആഡം സ്മിത്തിന്റെ ഈ വാക്കുകളെ മുൻനിർത്തി ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ആധുനിക കാലഘട്ടത്തിൽ വ്യാപാരത്തിന് വലിയ സ്ഥാനമുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് വ്യാപാരം. നമുക്ക് ഏറെ പരിചയമുള്ള വാക്കുകളാണ് ഡൊമസ്റ്റിക് ട്രേഡും ഇന്റർനാഷണൽ ട്രേഡും. ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന വ്യാപാരത്തെ ഡൊമസ്റ്റിക് ട്രേഡ് എന്നും, വിവിധ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന വ്യാപാരത്തിന് ഇന്റർനാഷണൽ ട്രേഡ് എന്നും പറയുന്നു. ഇനി നമുക്ക് ഇന്റർനാഷണൽ ട്രേഡിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചും ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചും പഠിക്കാം. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഓരോ രാജ്യവും തങ്ങൾക്ക് കാര്യക്ഷമതയോടുകൂടിയും എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ചരക്കുകളുടെ ഉൽപ്പാദനത്തിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. വിപണി വികസിക്കുകയും ക്രിയാത്മകമാവുകയും ചെയ്യുന്നു. മികച്ച സാധന സേവനങ്ങൾ വിറ്റഴിക്കാൻ ഉൽപ്പാദകർക്ക് അവസരം ലഭിക്കുന്നു. ഏത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനവും തങ്ങളുടെ രാജ്യത്ത് ലഭിക്കുവാൻ അവസരമുണ്ടാകുന്നു. ആഗോള അടിസ്ഥാനത്തിൽ വില മെച്ചപ്പെടുത്തുന്നു. രാജ്യങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. വിദേശ വ്യാപാരം വഴി വിദേശ നാണയം കിട്ടുമ്പോൾ രാജ്യം സമ്പന്നമാകുന്നു. ആഗോളതലത്തിൽ ക്ഷേമം വർദ്ധിക്കുകയും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുന്നു. രാജ്യത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വിദേശ വിപണി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഉൽപാദനം കാർഷിക, വ്യവസായിക, സേവന മേഖലകൾ പരിപോഷിപ്പിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുവാൻ സഹായിക്കുന്നു. രാജ്യത്ത് ആഭ്യന്തര കുത്തക ഇല്ലാതാകുന്നു. സാധനങ്ങളുടെ ഗുണമേന്മ വർദ്ധിക്കുന്നു. ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ഇനി നമുക്ക് കയറ്റുമതി ത്വരിതപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ പ്രകൃതി വിഭവങ്ങൾ വിവേകശൂന്യമായി കൈകാര്യം ചെയ്യാൻ ഒരേ വിഭവം കയറ്റുമതി ചെയ്യുന്ന പല രാജ്യങ്ങൾ തമ്മിൽ അനാവശ്യ മത്സരം ഉണ്ടാകുന്നു. അത് സംഘടനകൾക്ക് വഴിതെളിക്കുന്നു. ഉദാഹരണത്തിന് ചൈന US വ്യാപാരം, വിദേശ വ്യാപാരം, പ്രത്യേകിച്ച് ഇറക്കുമതി തദ്ദേശ വ്യവസായങ്ങൾക്ക് ദോഷം ചെയ്യും. പരസ്പര ആശ്രയങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് യുദ്ധകാലത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. വിദേശ വ്യാപാരത്തിലൂടെ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാനുള്ള അവസരങ്ങൾ വിദേശികൾക്ക് ലഭ്യമാക്കുന്നു. ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ നേട്ടങ്ങൾ മുഴുവനായോ കൂടുതലായോ സമ്പന്ന രാജ്യങ്ങൾ വരുത്തുകയാണ്. അവികസനം രാജ്യങ്ങളുടെ സാമ്പത്തിക നില പരിതാപകരമാകുന്നു. വിദേശ കമ്പനികളുടെയും സാധനങ്ങളുടെയും കുത്തക രാജ്യത്ത് വരുന്നു. ഇത് ആഭ്യന്തര ഉത്പാദനത്തെയും ചെറുകിട വ്യവസായങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. വിദേശ വ്യാപാരത്തിന് ധാരാളം നേട്ടങ്ങളും ചില പരിമിതികളുമുണ്ട്. ഇന്നത്തെ കാലത്ത് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രസക്തി ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യാന്തര നാണ്യനിധി, ലോകബാങ്ക്, ഏഷ്യൻ വികസന ബാങ്ക്, ലോക വ്യാപാര സംഘടന എന്നീ ആഗോള സ്ഥാപനങ്ങൾ വിദേശ വ്യാപാരം കൂടുതൽ സുഗമമാക്കുകയും വ്യാപാര നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്നു. ഇന്ന് വിദേശ
വിദേശ വ്യാപാരം രാജ്യത്ത് സമഗ്രമായ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്ന യന്ത്രമായിട്ടാണ് കണക്കാക്കുന്നത്. താങ്ക് യു സിസ്റ്റർ ഷബ്ന. അടുത്തത് ആഭ്യന്തരവും അന്താരാഷ്ട്രീയവുമായ വ്യാപാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് ആഭ്യന്തരമായിട്ടും അന്താരാഷ്ട്രീയവുമായിട്ടുള്ള വ്യാപാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഷാനറ്റ് കെ ഷാജുവിനെ ക്ഷണിക്കുന്നു. ആഭ്യന്തര വ്യാപാരവും അന്താരാഷ്ട്ര വ്യാപാരവും തമ്മിൽ ചില പൊതുസവിശേഷതകളുണ്ട്, ചില വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. തരത്തിലല്ല, മറിച്ച് അവയുടെ അളവിലാണ് വ്യത്യാസങ്ങൾ പൊതുവായിട്ട് കാണപ്പെടുന്നത്. തൊഴിൽ വിഭജനവും തൊഴിൽ സവിശേഷവൽക്കരണവും ഒരേ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അന്താരാഷ്ട്ര ആഭ്യന്തര വ്യാപാരങ്ങളിൽ ചില വ്യത്യാസങ്ങൾ തരത്തിലല്ല, മറിച്ച് അളവിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യാപാരത്തെയാണ് ആഭ്യന്തര വ്യാപാരം എന്ന് പറയുന്നത്. മറിച്ച് രാഷ്ട്രീയമായ ബന്ധമുള്ള രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ വ്യാപാരം നടത്തപ്പെടുന്നതിനെയാണ് അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് തൊഴിൽ മൂലധനം പോലുള്ള വ്യാപാര ശക്തികൾ സ്വതന്ത്രമായി വിഹരിക്കുന്നത് ആഭ്യന്തര വ്യാപാര കാലഘട്ടത്താണ്. എന്നാൽ അന്താരാഷ്ട്ര വ്യാപാര കാലഘട്ടങ്ങളിൽ തൊഴിൽ മൂലധനം പോലെയുള്ളവയ്ക്ക് സ്വതന്ത്രമായിട്ട് നീങ്ങാൻ സാധിക്കില്ല. മൂന്നാമതൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഉൽപ്പാദന വ്യവസ്ഥകൾ തമ്മിൽ അന്തരം ഉള്ളതിനാൽ തന്നെ ഉൽപ്പാദന ചെലവുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിലാണ്. ഉൽപ്പാദന വ്യവസ്ഥകൾ തമ്മിൽ വലിയ അന്തരമില്ലാത്തതിനാൽ തന്നെ ആഭ്യന്തര വ്യാപാരത്തിൽ ഉൽപ്പാദന ചെലവുകൾ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെയുള്ള അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയന്ത്രണമാണ്. കസ്റ്റംസ്, അതുപോലെ തന്നെ വിനിമയ നിയന്ത്രണങ്ങൾ, അതുപോലെ തന്നെ ക്വാട്ട നിശ്ചയിക്കൽ മുതലായവയൊക്കെ ഉള്ളത് വിദേശ വ്യാപാരത്തിലാണ് പൊതുവായി കാണപ്പെടുന്നത്. എന്നാൽ ഇത്തരം വലിയ വലിയ നിയമങ്ങളൊന്നും ആഭ്യന്തര വ്യാപാരത്തിനുള്ളിൽ കാണപ്പെടുന്നില്ല. അഞ്ചാമത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറൻസിയാണ്. കറൻസി വ്യാപാരത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നായിട്ട് കറൻസി കടന്നു വരുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറൻസിയുടെ ഉപയോഗം വ്യാപാരത്തെ സ്വാധീനിക്കുന്നു. ആഭ്യന്തര വ്യാപാരത്തിൽ ഒരു രാഷ്ട്രം ഒന്നിലധികം കറൻസികൾ ഉപയോഗിക്കുന്നത് കാണപ്പെടുന്നില്ല, കാരണം ഒരു രാജ്യത്ത് ഒരു കറൻസിയാണ് നിലവിലുള്ളത്. എന്നാൽ അന്താരാഷ്ട്ര വ്യാപാര സമയത്ത് ഒരു രാജ്യത്തിന് ഒന്നിൽ കൂടുതൽ കറൻസികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാപാര രംഗത്തെ സ്വാധീനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഉള്ളൊരു പ്രധാന പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന പ്രചോദന ശക്തികൾ അവ സ്വതന്ത്രമായി വിഹരിക്കുന്നത് ആഭ്യന്തര വ്യാപാര കാലഘട്ടത്തിലാണ്. എന്നാൽ അന്താരാഷ്ട്ര വ്യാപാര കാലത്ത് പ്രധാന പ്രചോദന ശക്തികൾക്ക് സ്വതന്ത്രമായിട്ട് നീങ്ങാനുള്ള ഒരു സാഹചര്യം അവിടെ ലഭിക്കാതെ വരുന്നുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാന പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടപടികളാണ്. നിയമ നടപടികളാണെങ്കിലും അതുപോലെ തന്നെ രേഖകൾ, കൃത്യമായ രേഖകൾ, അതുപോലെ തന്നെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയത്, അതുപോലെ തന്നെ അങ്ങനത്തെ പ്രധാന. താങ്ക് യു ഷാനറ്റ്. അടുത്തത് വ്യാപാര നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സ്നേഹ വിയെ ക്ഷണിക്കുന്നു. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കറണ്ട് അക്കൗണ്ട് നടപ്പുകാല കണക്ക് ഒരു വശത്ത് ഇറക്കുമതി ചെയ്ത വസ്തുക്കളിലും അദൃശ്യ ഇനങ്ങളിലും ഒരു കൊല്ലത്തിനിടയ്ക്ക് ചെലവായ വിദേശ നാണ്യം കാണിക്കുന്നു. മറുവശത്ത് സാധനങ്ങളും അദൃശ്യ ഇനങ്ങളും കയറ്റി അയക്കുക വഴി സമ്പാദിച്ച വിദേശ നാണ്യവും കാണിക്കുന്നു. അടവു ശിഷ്ടത്തിലെ താൽക്കാലിക കണക്കിൽ സാധാരണയായുള്ള ആസ്തി ഇനങ്ങൾ, കയറ്റി അയച്ച സാധനങ്ങളുടെ മൂല്യം, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങി വിദേശികൾക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം, പിന്നെ വിദേശ സഞ്ചാരികളും വിദ്യാർത്ഥികളും രാജ്യത്ത് ചിലവിട്ട പണം, രാജ്യത്തുള്ള ജനങ്ങൾക്ക് വിദേശത്തുള്ള അവരുടെ ബന്ധുക്കളിൽ നിന്നും ലഭിച്ച തുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് താൽക്കാലിക കണക്കിലുള്ള അടവുശിഷ്ടത്തിന് പുറമെ ദീർഘകാലത്തേക്കും ഹ്രസ്വകാലത്തേക്കുമുള്ള മൂലധന കൈമാറ്റമുണ്ട്. താൽക്കാലിക അടവുശിഷ്ടം അനുസരിച്ച് മിച്ചമുണ്ടാകുന്ന അവസരത്തിൽ ഈ മിച്ചം രാജ്യങ്ങൾക്കും കടമായിട്ട് കൊടുക്കാം. താങ്ക് യു സ്നേഹ. അടുത്ത ടോപ്പിക്ക് അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയിലെ പ്രധാന പദങ്ങൾ, ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഈ പദങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സൗമിഷയെ ക്ഷണിക്കുന്നു. അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയിൽ പ്രധാനമായും 7 പദങ്ങളാണുള്ളത്.
അടച്ചിട്ട സാമ്പത്തിക വ്യവസ്ഥ, തുറന്ന സാമ്പത്തിക വ്യവസ്ഥ, ബൈലാറ്ററൽ ട്രേഡ്, മൾട്ടിലാറ്ററൽ ട്രേഡ്, നോർത്ത് നോർത്ത് ട്രേഡ്, നോർത്ത് സൗത്ത് ട്രേഡ്, സൗത്ത് നോർത്ത് ട്രേഡ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പങ്കെടുക്കാത്ത ഒരു സമ്പദ് വ്യവസ്ഥയാണ് അടച്ചിട്ട സമ്പദ് വ്യവസ്ഥ. അതായത് മറ്റൊരു രാജ്യത്തു നിന്നും ചരക്കുകളും സേവനങ്ങളും ഇറക്കുമതി ചെയ്യുകയോ കയറ്റുമതി ചെയ്യുകയോ ചെയ്യുന്നില്ല. എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഒരൊറ്റ അതിർത്തിക്കുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അടഞ്ഞ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും അടുത്ത ഉദാഹരണം സുഡാനാണ്. സുഡാൻ ഔദ്യോഗികമായി വ്യാപാരം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിലും GDPയുടെ ശതമാനം അധികവും വ്യാപാരത്തിൽ ഉൾപ്പെടുന്നില്ല. തുറന്ന സമ്പദ് വ്യവസ്ഥ. തുറന്ന സമ്പദ് വ്യവസ്ഥ സജീവമായി അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുന്നു. ചിലിയും അർജന്റീനയും നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ബൈലാറ്ററൽ ട്രേഡ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരമാണ് ബൈലാറ്ററൽ ട്രേഡ്. സൗത്ത് ട്രേഡ്. രണ്ട് അവികസിത രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരമാണ് മൾട്ടിലാറ്ററൽ ട്രേഡ്. നോർത്ത് നോർത്ത് ട്രേഡ്. വികസിത രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം. നോർത്ത് സൗത്ത് ട്രേഡ്. വികസിത രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം. താങ്ക് യു സോ മച്ച്. അടുത്തത് വ്യാപാര ശിഷ്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രീലക്ഷ്മി OCയെ ക്ഷണിക്കും. ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. വ്യാപാര ശിഷ്ടവും അടവ് ശിഷ്ടവും. മീനിങ് ഓഫ് ബാലൻസ് ഓഫ് ട്രേഡ്. ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നു. ഒരു രാജ്യത്തിൻ്റെ വ്യാപാര ശിഷ്ടം അതിന് ഒരു കൊല്ലത്തിൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായി വ്യാപാര കൈമാറ്റത്തെയാണ് കാണിക്കുന്നത്. ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യാപാര ശിഷ്ടം. കയറ്റുമതിയുടെ മൂല്യം ഇറക്കുമതിയുടെ മൂല്യത്തെക്കാളും കവിയുന്നുവെങ്കിൽ വ്യാപാര ശിഷ്ടം ആ രാജ്യത്തിൻ്റെ അനുകൂല്യമാണെന്ന്. മൂല്യം ഇറക്കുമതിയുടെ മൂല്യത്തെക്കാളും കവിയുന്നുവെങ്കിൽ വ്യാപാര ശിഷ്ടം ആ രാജ്യത്തിന് അനുകൂല്യമാണ്. ഇതിനെ കയറ്റുമതി മിച്ചം അഥവാ വിദേശ വ്യാപാര ശിഷ്ടം എന്ന് വിളിക്കുന്നു. മറിച്ച് ഇറക്കുമതിയുടെ മൂല്യം കയറ്റുമതിയുടേതിനേക്കാൾ അധികമെങ്കിൽ വ്യാപാര ശിഷ്ടം ആ രാജ്യത്തിന് പ്രതികൂലമായിരിക്കും. ഇതിനെ ഇറക്കുമതി മിച്ചം അഥവാ വിദേശ വ്യാപാര കമ്മിറ്റി എന്ന് വിളിക്കുന്നു. മീനിങ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അടവ് ശിഷ്ടം എന്നതിന്റെ അർത്ഥം. ഒരു രാജ്യത്തിന്റെ അടവ് ശിഷ്ടം എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായി അത് നടത്തുന്ന പണമിടപാടുകളുടെ ഒരു വാർഷിക രേഖയാണ്. തുറമുഖങ്ങളിൽ രേഖപ്പെടുത്തി തയ്യാറാക്കുന്നത് കൊണ്ടാണ് അവയെ അദൃശ്യ നയങ്ങൾ എന്ന് പറയുന്നത്. ഗതാഗതം, ബാങ്കിംഗ്, ഇൻഷുറൻസ് അവയ്ക്കുള്ള മൊത്തം ചെലവുകൾ വാണിജ്യ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് മന്ദിരങ്ങൾ നിർമ്മിക്കാനുള്ള ചെലവ് തുക, രാജ്യത്തിനകത്തുള്ളവർ വിദേശങ്ങളിലുള്ളവർക്ക് അയക്കുന്ന തുക, വിദേശികൾക്കുള്ളവർ നാട്ടിലേക്ക് അയക്കുന്ന തുകയാണ്. കടം വീട്ടൽ, പലിശ കൊടുക്കൽ, ഉല്ലാസയാത്രക്കാരുടെ ചെലവുകൾ തുടങ്ങിയവയെല്ലാം അടവ് ശിഷ്ടത്തിൽ പെടുന്നതാണ്. ചാൾസ് പി ഗിൽഡൻസ്ബർഗർ അദ്ദേഹത്തിന്റെ നിർവചനം എന്തെന്നാൽ, ഒരു രാജ്യം ലോക രാജ്യങ്ങളുമായി ഒരു നിശ്ചിത കാലയളവിൽ നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും വളരെ ചിട്ടയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ആ രാജ്യത്തിന്റെ അടവ് ശിഷ്ടം. താങ്ക് യു ശ്രീലക്ഷ്മി. അടുത്തത് അടവ് ശിഷ്ടത്തിന്റെ ഘടനയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്വേത VKയെ ക്ഷണിക്കുന്നു. അടവ് ശിഷ്ടത്തിന്റെ ഘടന. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യത്തിന്റെയും അടവ് ശിഷ്ട രൂപകൽപ്പന ചെയ്യുന്നത്. ഓരോ ഇടപാടുകളെയും ക്രെഡിറ്റ് എന്ന രീതിയിലും ഡെബിറ്റ് എന്ന രീതിയിലും കാണിക്കുന്നു. രാജ്യം സ്വീകരിക്കുന്നത് ക്രെഡിറ്റ് ആയിട്ടും വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് ഡെബിറ്റ് ആയിട്ടും സൂചിപ്പിക്കുന്നു. ക്രെഡിറ്റ് കൂടുതലും ഡെബിറ്റ് കുറവുമാണെങ്കിൽ അത് അടവ് ശിഷ്ടത്തിന്റെ മിച്ചത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇതിന് വിപരീതമായിട്ട് ഡെബിറ്റ് ക്രെഡിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് അടവ് ശിഷ്ടത്തിന്റെ കമ്മിയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അടവ് ശിഷ്ടത്തിന്റെ ഘടന ഇപ്രകാരമായിരിക്കും. താങ്ക് യു ശ്വേത. അടുത്തതായി അടവ് ശിഷ്ടം നടപ്പാക്കുന്നതും അടവ് ശിഷ്ടം മൂലധനമാക്കുന്നതും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സ്വാതി കൃഷ്ണയെ ക്ഷണിക്കുന്നു. വ്യാപാര നേട്ടങ്ങൾ. തൊഴിലിന്റെ അന്താരാഷ്ട്ര വിശേഷവൽക്കരണവും ഭൂമിശാസ്ത്രപരമായ വിവേചനവും വിശ്വവിഭാഗങ്ങളുടെ അനുകൂലമായ പങ്കുവയ്ക്കലിന് വഴിയൊരുക്കുന്നു.
ഇതുവഴി അവയുടെ ഏറ്റവും കാര്യക്ഷമമായ ഉപയോഗം സാധ്യമാകുന്നു. തൊഴിലിന്റെ വിഭജനത്തിന്റെ വൽക്കരണത്തിന്റെയും ഫലമായി മൊത്തം ഉൽപാദനം വർദ്ധിക്കുമ്പോൾ വ്യാപാരം നടക്കുന്നു. ഓരോ രാജ്യത്തിനും ആദായം ഉണ്ടാകുന്നു. ഈ ആദായങ്ങൾ വ്യാപാരത്തിന്റെ ഫലമായി ഓരോ രാജ്യത്തിനും ഉപഭോഗത്തിന് ലഭ്യമായ സാധനങ്ങളും മൊത്ത ഉൽപാദന കൂടുതലിന്റെ ഇത്തരത്തിൽ വിവിധ തത്വങ്ങളിലും വരുന്ന അളവിന് വർധനത്തിന്റെ ഗുണവൈവിധ്യ വർധനത്തിന്റെയും രൂപത്തിലായിരിക്കും. വ്യാപാരം നടക്കുന്ന ഓരോ രാജ്യത്തിന്റെയും സ്വത്തുക്കളുടെയും വിനിമയക്ഷമൂല്യത്തിന്റെയും സ്വത്തിലും വർധനവുണ്ടാകുന്നു. ലോകത്തിലെ മൊത്ത ഉൽപാദനത്തിന്റെ വർധനവ്, ലോകത്തിലെ സമൃദ്ധിയും വ്യാപാരത്തിലേർപ്പെട്ട ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക ക്ഷേമത്തിനും വർധനവ്. അടുത്തതായി വിദേശ വിനിമയത്തെക്കുറിച്ചും സംസാരിക്കാൻ, അല്ലെങ്കിൽ വിദേശ കമ്പോളത്തെക്കുറിച്ചും വിദേശ വിനിമയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി സജനയെ ക്ഷണിക്കുന്നു. എൻ്റെ ടോപ്പിക്ക് വിദേശ വിനിമയ കമ്പോളം എന്നുള്ള ടോപ്പിക്കാണ്. വിദേശവിനിമയം എന്ന പദം കൊണ്ട്, അഥവാ ഫോറക്സ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദേശ കറൻസികളെയും ബാങ്ക് നിക്ഷേപങ്ങളെയും വിദേശ കറൻസികളുടെ ഇനത്തിലുള്ള ധന ഉപകരണങ്ങളെയുമാണ്. ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിദേശ കറൻസിക്ക് പറയുന്ന പേരാണ് വിദേശ വിനിമയം എന്നുള്ളത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ US ഡോളർ, പിന്നെ ബ്രിട്ടീഷ് പൗണ്ട്, ജപ്പാനീസ് യെൻ, ചൈനീസ് യുവാൻ എന്നിവയുള്ളതൊക്കെയാണ് ഇന്ത്യക്ക് വിദേശ കറൻസിയാണ്. ആവശ്യത്തിനുള്ള വിദേശ വിനിമയം കരുതലുള്ള രാജ്യത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ ശക്തമായി ഇടപെടാനും കൈകാര്യം ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇത് ഒരു രാജ്യത്തിന് ശക്തി കാണിക്കുന്നതിലും ആഗോള കമ്പോളത്തിൽ ഇടപെടൽ നടത്താനും പ്രാപ്തമാക്കുന്നു. വിദേശ വിനിമയ കമ്പോളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത കറൻസികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പോളത്തെയാണ് വിദേശ വിനിമയ കമ്പോളം എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു രാജ്യത്തെ കറൻസി മറ്റൊരു രാജ്യത്തിലെ കറൻസിയിലേക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. ഒരു രാജ്യത്തിലെ കറൻസി ആണെങ്കിൽ അത് മറ്റുള്ള രാജ്യത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. വിദേശ വിനിമയ വിപണി ഭൗതികമായ ഒരു പ്രത്യേക സ്ഥലത്തെ സൂചിപ്പിക്കുന്നില്ല. ബാങ്കുകൾ, വിശേഷവൽകൃത വിദേശ വിനിമയ വ്യാപാരികൾ, ഔദ്യോഗിക ഗവൺമെന്റ് ഏജൻസികൾ എന്നിങ്ങനെ ഒരു രാജ്യത്തെ കറൻസി മറ്റൊന്നിലെ കറൻസിയിലേക്ക് മാറ്റം ചെയ്യാൻ സഹായിക്കുന്ന മൊത്തം സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണ്. അവ തമ്മിൽ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കും. ഇതിനെയാണ് വിദേശ വിനിമയ കമ്പോളം എന്ന് പറയുന്നത്. താങ്ക് യു സജന. അടുത്തതായി ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് സംസാരിക്കാൻ സാബിറയെ ക്ഷണിക്കുന്നു. Foreign exchange rate. The rate at which a unit of one country's currency is exchanged for currency of another in the rate of exchange between them. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അഥവാ വിദേശ വിനിമയ നിരക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ദേശീയ കറൻസിക്ക് മറ്റൊരു ദേശീയ കറൻസിയിലൂടെ കൊടുക്കുന്ന വിലയാണ് വിദേശ വിനിമയ നിരക്ക് അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ റുപ്പി ആയിട്ടുള്ള 60 രൂപ എന്ന് പറയുന്നത് 60 rupees ഫോറിൻ കൺട്രീസിലെ $1 ആണ്. സോ ദ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഇസ് 77 rupees. The value of one country in the foreign currency is rise and fall through the process of devaluation, revaluation, depreciation and appreciation. സോ ഒരു കറൻസിയുടെ മൂല്യം അത് ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെടുത്തുന്ന സമയത്ത് കൂടുകയും കുറയുകയും ചെയ്യും. സോ ഇത് സംഭവിക്കുന്നത് ഈ 4 ഇതിലൂടെയാണ്. സോ devaluation, revaluation, depreciation and appreciation, ഈ ഒരു 4 പ്രോസസ്സിലൂടെയാണ് ഇതിലുള്ള റൈസ് ആൻഡ് ഫോൾ ഉണ്ടാകുന്നത്. താങ്ക് യു സാബിറ. അടുത്തതായി ഡെവല്യൂഷൻ ആൻഡ് ഡിപ്രിസിയേഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഷാദിയെ ക്ഷണിക്കുന്നു. Hi everyone, now we are going to discuss about depreciation and devaluation. First one is depreciation of exchange rate. Depreciation of the value of the exchange rate happens in a floating currency system. Depreciation happens when there is a change in the value of currency
when there is a change in supply and demand. One of the example for depreciation is that sterling depreciation more than 20% in 2008. The next one is devaluation of exchange rate. Devaluation happens inside a fixed or semi-fixed exchange rate system. Devaluation happens when the Reserve Banks or the governments deliberately declines the value of currency. One of the example for devaluation is that China's devaluation of currency in 2008 to 2015. So the next one is appreciation and revaluation. Appreciation of currency means increase in the value of currency of one country compared to the other country's currency, which happens due to the market forces. Then the revaluation of currency means increase in the value of currency of one country compared to the other country due to government interventions and RBI. One of the examples for this is $1 is equal to 50 Indian rupees, and now it has been changed into $1 is equal to 14 Indian rupees. From this example, we can understand that the value of Indian rupee has been increased. Thank you. താങ്ക് യു ഷാദിയ. അടുത്തത് സംസാരിക്കാൻ വേണ്ടി വിനിമയ നിരക്കിലെ നിർണ്ണയത്തിൻ്റെ വ്യത്യസ്ത രീതികളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി റോസറ്റ് ആൻ്റണിയെ ക്ഷണിക്കുന്നു. വിനിമയ നിരക്കുകൾ പ്രധാനമായും 2 തരമാണ്. സ്ഥിര വിനിമയ നിരക്കും അസ്ഥിര വിനിമയ നിരക്കും. സ്ഥിര വിനിമയ നിരക്കിൻ്റെ ഗുണവശങ്ങൾ: ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഏറ്റക്കുറച്ചിലില്ലാതെ ഇവ സ്ഥിരമായി നിലനിൽക്കുന്നു. വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നത് കേന്ദ്ര ബാങ്കോ ഗവൺമെൻറ്റോ ആണ്. വ്യാപാരം സുഗമമായി നടക്കാൻ ഇവ സഹായിക്കുന്നു. ഇവയുടെ ദോഷവശങ്ങൾ: ഒരു രാജ്യത്തിൻ്റെ കറൻസികൾ തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ചെലവ്, വില, ബന്ധം എന്നിവ പ്രതിഫലിക്കുന്നില്ല. ദീർഘകാലം വിനിമയ നിരക്ക് സ്ഥിരമായി നിലനിർത്താൻ രാജ്യത്തിന് പ്രയാസമാണ്. പിന്നെ അസ്ഥിര വിനിമയ നിരക്ക്: ഈ സമ്പ്രദായത്തിൽ സർക്കാരിനോ കേന്ദ്രത്തിനോ ഒരു പങ്കും ഉണ്ടാവില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. വിലക്കയറ്റവും വിലയിടിവും ഇവ തടയുന്നു. ദോഷവശങ്ങൾ: വിനിമയ നിരക്ക് കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും വിലയിൽ മാറ്റമുണ്ടാക്കുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തെ ഇത് ദോഷകരമാക്കുന്നു. ഊഹക്കച്ചവടപരമായ മൂലധന സഞ്ചയത്തിന് ഇവ കാരണമാകുന്നു. ഇന്ത്യൻ ട്രേഡ് ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ട്രീസയെ ക്ഷണിക്കുന്നു. വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ. ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ചയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് വിദേശ വ്യാപാരം. വിവിധ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന വ്യാപാരത്തെയാണ് വിദേശ വ്യാപാരം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികളെക്കുറിച്ചും പ്രധാനപ്പെട്ട വ്യാപാര കരാറുകളെക്കുറിച്ചും 2022 പ്രധാനപ്പെട്ട വ്യാപാര കരാറുകളെക്കുറിച്ചുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ മൗറീഷ്യസ് സമഗ്ര സാമ്പത്തിക സഹകരണവും പങ്കാളിത്ത ഉടമ്പടിയും, ഇന്ത്യ UAE സമഗ്ര പങ്കാളിത്ത കരാർ, ഇന്ത്യ ഓസ്ട്രേലിയ എന്നീ 3 കരാറുകൾ ഉൾപ്പെടെ 13 സ്വതന്ത്ര വ്യാപാര കരാറുകളാണ് ഇന്ത്യ അതിന്റെ പങ്കാളികളുമായി ഇതുവരെ ഒപ്പിട്ടിട്ടുള്ളത്. ഈ സ്വതന്ത്ര വ്യാപാര കരാർ എന്നാൽ എന്താണ്? പരസ്പരം വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ താരിഫ് തടസ്സങ്ങളും നീക്കി ഇരുഭാഗത്തേക്കും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സ്വതന്ത്രമായ ഒഴുക്കിനെ അനുവദിക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള കരാറിനെയാണ് സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ 13 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ ശ്രീലങ്ക സ്വതന്ത്ര വ്യാപാര കരാർ, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ സംബന്ധിച്ച കരാർ, ഇന്ത്യ നേപ്പാൾ വ്യാപാര ഉടമ്പടി, ഇന്ത്യ ആസിയൻ ചരക്ക് സേവന നിക്ഷേപ കരാർ, ഇന്ത്യ ദക്ഷിണ കൊറിയ വ്യാപാര കരാർ. ഈ സ്വതന്ത്ര വ്യാപാര കരാറുകൾ കൂടാതെ ഇന്ത്യ 6 മുൻഗണന വ്യാപാര കരാറുകളിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ 6 മുൻഗണന വ്യാപാര കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏഷ്യ പസഫിക് വ്യാപാര കരാർ, സാർക്ക് മുൻഗണന വ്യാപാര കരാർ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മുൻഗണന വ്യാപാര കരാർ.
ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2022 ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായും ഒപ്പിട്ട വിദേശ വ്യാപാര കരാറുകളെ കുറിച്ചാണ്. പ്രധാനമായും 3 വിദേശ വ്യാപാര കരാറുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇന്ത്യ മറ്റു രാജ്യങ്ങളായ ഓസ്ട്രേലിയ, UK, UAE എന്നീ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളുമായി ഒപ്പുവെച്ച കരാറുകളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് ഇന്ത്യ ഓസ്ട്രേലിയ വ്യാപാര കരാറാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും കാൻബറയിൽ വെച്ച് 2022 ഏപ്രിൽ 2 എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ECTA എന്ന കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാറിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്നത് ഉഭയകക്ഷി ബന്ധത്തിലെ ജലരേഖ എന്നാണ്. ഈ കരാർ കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഇരട്ടിക്കാനും അതിർത്തികൾക്കപ്പുറമുള്ള ആളുകൾ, ചരക്കുകൾ, സേവനങ്ങൾ എന്നിവയുടെ സുഗമമായ ചലനം സാധ്യമാക്കാനും ഈ ഉടമ്പടി പറയുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 10 ലക്ഷം അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. വിതരണ ശൃംഖലകളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യ പസഫിക് മേഖലയിലേക്ക് സ്ഥിരത സംഭാവന നൽകാനും കഴിയും. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളോളം ഇന്ത്യൻ ഷെഫുമാരുടെയും യോഗ പ്രൊഫഷണലുകളുടെയും കീഴിൽ ജോലി ചെയ്യാനുള്ള അവസരം ഇതൊരുക്കുന്നു. ഇന്ത്യയിലേക്കുള്ള ഓസ്ട്രേലിയൻ ചരക്ക് കയറ്റുമതിയുടെ 85% താരിഫ് ഇല്ലാതാക്കും. ഇതെല്ലാമാണ് ഇന്ത്യ ഓസ്ട്രേലിയ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. രണ്ടാമത്തെ കരാറ് ഇന്ത്യയും UAEയും ആയിട്ടുള്ള കരാറാണ്. ഈ കരാറിനെ കോംപ്രഹെൻസീവ് ട്രേഡ് പാക്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സമഗ്ര വ്യാപാര കരാർ എന്നാണ്. ഇത് 2022 ഫെബ്രുവരി 18 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബിയുടെ കിരീടാവകാശിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ഒപ്പുവെച്ചതാണ്. കഴിഞ്ഞ 7 വർഷത്തെ ഏറ്റവും വലിയ വ്യാപാര ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിലേക്കുള്ള നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുകയും ഈ സംരംഭം പ്രാദേശിക വ്യാപാരത്തിനും മുന്നേറ്റത്തിനും വഴിയൊരുക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ അതോറിറ്റി, ഗിഫ്റ്റ് സിറ്റി, അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ സർവീസ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവ തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. ഭക്ഷ്യ ഇടനാഴികളുടെ നിർമ്മാണത്തെ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇത് പ്രകാരം ഭക്ഷ്യ സംസ്കരണം, ലോജിസ്റ്റിക് മേഖലയിലേക്ക് UAEയിൽ നിന്നുള്ള നിക്ഷേപം ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു. പ്ലാസ്റ്റിക്, കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽ, എഞ്ചിനീയറിംഗ്, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ മേഖലകൾ ഉയർച്ച വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുവജനങ്ങൾക്ക് 10 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കരാർ ഇന്ത്യക്ക് വിശാലമായ ആഫ്രിക്കൻ, ഏഷ്യൻ വിപണിയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെയും UAEയുടെയും വ്യാപാരം $60 ബില്യൺ നിന്നും $100 ബില്യൺ ഉയർത്താനും ഇതിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വ്യാപാര കരാറാണ് ഇന്ത്യയും UKയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ. ഇത് ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. ഇതിന്റെ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ഓരോ ഭാഗങ്ങളും ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും അവസാനം നടന്ന ഘട്ടം 2022 ജനുവരി 13 ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യയിലെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും UKയുടെ ഇന്റർനാഷണൽ ട്രേഡ് സെക്രട്ടറി ആൻമേരി ട്രൈവലിനും 2022 അവസാനത്തോടെ സമഗ്രവും സന്തുലിതവുമായ FTAയുടെ വർഷങ്ങൾ പൂർത്തിയാക്കാനുള്ള തങ്ങളുടെ ആഗ്രഹം പ്രഖ്യാപിച്ചിരുന്നു. ഈ FTA എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ താരിഫ് തടസ്സങ്ങളും നീക്കി ഇരു രാജ്യങ്ങളിലേക്കും ചരക്കുകളുടെയും സേവനങ്ങളുടെയും സ്വതന്ത്രമായ ഒഴുക്ക് അനുവദിക്കുന്ന 2 രാജ്യങ്ങൾ 2022 അവസാനത്തോടെ സമഗ്രവും സന്തുലിതവുമായ FTAയുടെ വർഷങ്ങൾ പൂർത്തിയാക്കാനുള്ള തങ്ങളുടെ ആഗ്രഹം പ്രഖ്യാപിച്ചിരുന്നു. ഈ FTA എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ താരിഫ് തടസ്സങ്ങളും നീക്കി ഇരു രാജ്യങ്ങളിലേക്കും ചരക്കുകളുടെയും സേവനങ്ങളുടെയും സ്വതന്ത്രമായ ഒഴുക്ക് അനുവദിക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണിത്. ഈ കരാർ ഒരു വളരെ പ്രധാനപ്പെട്ട കരാറാണ്. ഈ കരാർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ ഇതിനകം തന്നെ UKയിലെ ഒരു പ്രധാനപ്പെട്ട വലിയ നിക്ഷേപകരിൽ ഒരാളാണ്. 2020-21
പദ്ധതികളുടെ എണ്ണത്തിൽ UK-യിലെ രണ്ടാമത്തെ വലിയ സ്രോതസ്സായിരുന്നു ഇന്ത്യ. എന്നാൽ രണ്ട് സമ്പദ് വ്യവസ്ഥകളുടെ വലുപ്പം കണക്കിലെടുക്കുമ്പോൾ ലോകത്തിലെ അഞ്ചാമത്തെ ആറാമത്തെ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളാണ് ഇന്ത്യയും UK-യും. നമ്മുടെ വ്യാപാര ബന്ധം പ്രത്യേകിച്ച് മോശമാണ്. FTA വരുമ്പോൾ ഈ വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. UK-യും ഇന്ത്യയും വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലെയും വളർച്ചയും തൊഴിലവസരങ്ങളും ഉത്തേജിപ്പിക്കുന്നു. UK ഗവൺമെന്റിന്റെ വിശകലനം അനുസരിച്ച് 2035 ഇന്ത്യയുടെയും UK-യുടെയും മൊത്തത്തിലുള്ള GDP-യിലേക്ക് ഏകദേശം 14.8 ബില്യൺ പൗണ്ട് കൂടി കൂട്ടിച്ചേർക്കാൻ ഈ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നാൽ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ 3 പ്രധാനപ്പെട്ട വിദേശ വ്യാപാര കരാറുകളാണ് ഇന്ത്യ ഇതുവരെ 2022 ഇതുവരെ. താങ്ക് യു ട്രീസ. ഇത്രയും നേരം നിങ്ങളുടെ ക്രിയേറ്റീവ് സെമിനാർ കണ്ടുവരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.